ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ദോശയ്ക്കൊരു പ്രത്യേകത, നമ്മൾ ഉഴുന്ന് അരയ്ക്കാതാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. അത് നല്ല ക്രിസ്പിയും ഇതുപോലെ കടലാസ് ദോശ നമുക്ക് ഉഴുന്നരയ്ക്കാതെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ നമുക്കിത് ചുരുട്ടിയെടുക്കാൻ പറ്റും. അത്രത്തോളം സോഫ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് മാവ് നമ്മൾ എടുക്കത്തില്ലേ, ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു കപ്പ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉലുവയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു 3 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തു കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 4 മണിക്കൂർ കുതിർത്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ. അതിനാണ് ഇതുപോലെ 4 മണിക്കൂർ നമ്മൾ കുതിർത്തെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതേ നോക്കൂ, നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അരിയും അതുപോലെ തന്നെ ഉലുവയും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പൊന്നിയരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. കുറച്ചെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് അളവിലുള്ള പൊന്നിയരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതരിയാണ് ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ചോറ് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് അളവിലുള്ള വെള്ളമുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ദോശയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നോക്കൂ, ഞാൻ ഏകദേശം ഒരു 1/2 സ്പൂണിന് മേലെയുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി തവി കൊണ്ടല്ല നമ്മൾ ഇളക്കേണ്ടത്, നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊരു 4 മിനിറ്റോളമെങ്കിലും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെങ്കിലേ ഈ മാവ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതും കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ അതൊക്കെ ഒന്ന് കയറി കാണണം. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നോക്കൂ, ഇപ്പോൾ രാത്രിയായി, നമുക്കിതൊന്ന് അടച്ചു വെക്കാം. രാവിലെ ആകുമ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ അതേ നോക്കൂ, രാവിലെ ആയിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം സ്പോഞ്ചി ആയിട്ടാണ് ഈ മാവിരിക്കുന്നത് എന്നുള്ളത്. നമ്മളൊരു തവി കൊണ്ട് ഇതുപോലൊന്ന് അനക്കി കൊടുക്കും. ആ മാവ് നമ്മുടെ തവിയിൽ നിന്ന് കോരി ഒഴിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടല്ല അത് വീഴുന്നത്. നോക്കൂ, നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം ദോശമാവ് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ചൂടായ തവയിലേക്ക് ഇത് ഓരോ തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നോർമലായിട്ട് നമ്മൾ അരി ഉഴുന്ന് അരച്ച് മാവ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്ന പോലെ തന്നെ. നോക്കൂ, നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് മാവിൽ. അപ്പം ഇതൊന്നും മൊരിഞ്ഞ് വരുമ്പോഴേക്കും, അതായത് ഈ ഒരു ബ്രൗൺ കളർ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. ഇതേപോലെ നെയ്യ് തേക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, എത്രത്തോളം ഇതായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കൂ. നമ്മൾ ഒട്ടും, അതായത് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ ദോശത്തവയിൽ നിന്ന് നമ്മളിത് എടുക്കാനായിട്ട് ഒരു പാടുമില്ല. ഈ ഒരു ദോശ നോക്കൂ, ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇത്. കയ്യിലൊന്ന് നമ്മൾ എടുത്തു നോക്കിയാലോ, കണ്ടല്ലോ, ഇങ്ങനെ ചുരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലൊന്ന് ദോശ ഉണ്ടാക്കി നോക്കൂ.
അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.